ഹലോ ഗൈസ്, നമ്മളീ പോയിക്കൊണ്ടിരിക്കുന്നത് എങ്ങോട്ടാന്ന് ചോദിച്ചാൽ വള്ളിത്തോട് കഴിഞ്ഞ് വളവുപാറ എന്ന് പറയുന്ന സ്ഥലത്ത് കൂട്ടുപുഴ പാല എത്തുന്നതിന് മുന്നേ അവിടെ ഒരു ഷോപ്പുണ്ട്, കഫേ ഒലക്കയുടെ മൂട്. അടിപൊളി പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. എന്നാൽ പിന്നെ ഒന്ന് പോകണമല്ലോ എന്നുള്ളത് കുറേ കാലത്തെ ആഗ്രഹമാണ്. എനിക്ക് തോന്നുന്നു ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഇവൻ എന്നോട് പറയുന്നതാണ്, നിങ്ങൾ എപ്പോൾ ഒന്ന് ഒലക്കയിൽ വരിക, പക്ഷെ രാത്രി വരണം, എന്നാലാണ് ഇവിടെ വൈബ് എന്ന് പറയും. അപ്പോൾ പിന്നെ പോകാനുള്ള സമയമൊന്നും അപ്പം കിട്ടിയില്ല. എന്നാൽ പിന്നെ ഇപ്പോൾ ഒരു സമയം കിട്ടിയപ്പോൾ എന്നാൽ പിന്നെ അങ്ങോട്ട് പോയി വരാമല്ലോ എന്ന് വിചാരിച്ചു. ഞങ്ങൾ ഈ പകൽ സമയത്ത്, അതായത് ഒരു ഈവനിങ് ടൈം ആയത് പോയത്, അതുകൊണ്ട് തന്നെ വലിയ ആളുകളൊന്നും ഉണ്ടായിട്ടില്ല, ഞങ്ങൾ മാത്രമേ സത്യം പറഞ്ഞാലുള്ളൂ. ഇവിടെ രാത്രി കാണും ഈ ഒരു പാട്ടും പരിപാടിയും, എന്താ പറയുക, ഫാമിലി ആയിട്ട് ഫ്രണ്ട്സുമായിട്ടൊക്കെ വന്നിട്ട് കുറേ സമയം നമുക്കിവിടെ ചിലവഴിക്കാൻ പറ്റും. അതിനുള്ള അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഇവിടെ ഉണ്ട്. ക്യാരംസ് ഉണ്ട്, അവിടെ ഒരു ഊഞ്ഞാലുണ്ട്, അതല്ലാണ്ട് കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള അറേഞ്ച്മെൻറ്റ്സ് അവിടെ ഉണ്ട്. അടിപൊളി ഫീലായിരുന്നു കേട്ടോ. ഞങ്ങൾ കുറേ സമയം ഇവിടെ നിന്ന് എൻജോയ് ചെയ്ത് കഥയൊക്കെ പറഞ്ഞു. ഞങ്ങൾ ഓർഡർ ചെയ്തത് ഒരു മുന്തിരിക്കട്ടനായിരുന്നു. ഇവിടുത്തെ സ്പെഷ്യൽ ആയിട്ടാണ് മുന്തിരിക്കട്ടൻ. പിന്നെന്താ പറയുക, നൊസ്റ്റു ഫീൽ ചെയ്യുന്ന ഈ ഒരു ഓട്ടോറിക്ഷ, പിന്നെ ഈ വണ്ടിപ്പീടിയ പോലെ സെറ്റ് ചെയ്ത് പഴയ പാട്ടുകളും, അതുപോലെ അവിടെ തന്നെ ഉപ്പിലിട്ടതും, അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഓരോന്ന് കഴിച്ചിട്ടായിരുന്നു വന്നത്, അതുകൊണ്ട് തന്നെ ഇവിടുന്ന് വലിയ വിശപ്പൊന്നുമില്ല. എന്നാലും ഒരു പ്ലേറ്റ് ഷവർമ ഞങ്ങൾ ഓർഡർ ചെയ്തു. അങ്ങനെ മൂന്നാളും കൂടിയിട്ട് ഈ പ്ലേറ്റ് ഷവർമ എടുത്ത് കാലിയാക്കുകയാണ്. പിന്നെ ഞങ്ങൾക്ക് പറയാൻ ഇഷ്ടം പോലെ കഥയുണ്ടാവും. മൂന്നാൾക്കും മൂന്ന് തരത്തിലുള്ള കഥകളായിരിക്കും പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ സംസാരിച്ച് സമയം പോകുന്നത് അറിഞ്ഞില്ല. അവിടുന്ന് കുറച്ച് പിള്ളേരെയും കിട്ടി. അപ്പോൾ അവരോടും ഞങ്ങൾ അതിനിടയ്ക്ക് സംസാരിക്കുന്നുണ്ട്. അവർ ഞങ്ങളുടെ കൂടിയപ്പോൾ കുറച്ചുകൂടി സംഗതി കളറാവുന്നുണ്ട്. അങ്ങനെ നൊസ്റ്റു സാധനമായ നമ്മൾ പുളിയച്ചാറും ഈ കൊറിക്കുന്ന കുറേ ഐറ്റംസും, അതുപോലെ ലേസും ഉപ്പിലിട്ടതും ഒന്നും പറയണ്ട. ശരിക്കും പറഞ്ഞാൽ വേറെ തന്നെ ഒരു വൈബാട്ടോ. അവിടുത്തെ ആ ലൈറ്റ് സെറ്റപ്പ് ഒന്നും പറയാനില്ല. കുറേ ആൾക്കാർ ഫീഡ്ബാക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. രാത്രി സമയങ്ങളിലൊക്കെ വന്നാൽ ഇവിടുത്തെ മൂഡ് തന്നെ മാറുന്ന എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ രാത്രി സമയങ്ങളിൽ അവിടെ പാട്ട് പരിപാടികൾ ഒക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ കുറേ ലേറ്റായി തോന്നിയപ്പം അവിടെ നിന്ന് ബൈ പറഞ്ഞ് ഇറങ്ങുകയാണ്. അങ്ങനെ ഇനിയും ഞങ്ങൾ അവിടെ പോകുന്നുള്ള പ്രത്യാശയിൽ